നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മ പറയുന്ന വിധിയെ നമ്മൾ തള്ളി പറയുന്നുമില്ല. വിധിയെ പഴിക്കാതെ ഇത് ദൈവം നമുക്ക് അനുവദിച്ചു തന്ന സങ്കടമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കങ്ങനെ കഴിയാം. എന്തൊരു ഇരിപ്പാ മോളേത്. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. ഇനി ഈ ഇരിപ്പിരുന്നിട്ട് അത്താഴം പോലും കഴിക്കാതെ കിടക്കാനാവും അല്ലേ? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അമ്മ. അവിടെ നടന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു. അതൊക്കെ മനസ്സിൽ നിന്ന് കള മോളെ. സത്യാമ്മയും പറഞ്ഞു, അതിനൊപ്പം കാര്യങ്ങൾ നമ്മളും പറഞ്ഞു. അതിലിപ്പോ ഒരു തെറ്റുമില്ല. എന്നാലും നമ്മുടെ സത്യമോളെ ഒഴിവാക്കണമെന്ന് അവര് വീണ്ടും വീണ്ടും പറഞ്ഞില്ലേ? എനിക്ക് അതോർക്കുമ്പോഴാ. അത് അവരുടെ മനസ്സ്. ചില ആൾക്കാർക്ക് കരിങ്കല്ലിനെ തോൽപ്പിക്കുന്ന മനസ്സാണെന്ന് പറയും. ഇവരുടെ മനസ്സ് അതിനേക്കാൾ കട്ടിയാണ്. ഗോപാലേട്ടൻ ഉണ്ടാവേണ്ടതായിരുന്നു. മുൻപും പിൻപും നോക്കാതെ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുന്ന ഗോപാലേട്ടനെ സത്യമോളെ എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ സഹിക്കൂല. വണ്ടി പിടിച്ച് അവിടെ പോയി ബഹളം വെച്ചേനെ. ഒരു തരത്തിൽ അച്ഛനില്ലാതിരുന്നത് ഭാഗ്യം. നമ്മളെപ്പോലെ ക്ഷമയും സഹനമൊന്നും അച്ഛനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ മുഴുവൻ ശത്രുക്കളുണ്ടായത്. പിന്നെ ഈ ക്ഷേത്രങ്ങൾ തോറും നടക്കുന്നത് കൊണ്ട് ഇപ്പൊ അതിനൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാം. വിഷ്ണുവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എല്ലാവരും കൂടി ഒരുമിച്ച് പോകണമെന്ന് പാവ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നതല്ലെന്ന് ഇന്നത്തോടെ മനസ്സിലായിട്ടുണ്ടോ? അമ്മയെ പറഞ്ഞു തിരുത്താൻ വിഷ്ണുവേട്ടനും കഴിയുന്നില്ല. സത്യാമ്മയെ തിരുത്താൻ ഒരാളെ കൊണ്ടും പറ്റില്ല മോളെ. വിഷ്ണുവിന്റെ അച്ഛന് കഴിഞ്ഞില്ല, പിന്നെ വിഷ്ണുവിനെ കൊണ്ട് സാധിക്കുമോ? എപ്പോഴൊക്കെ കുടുംബത്തിന്റെ അധികാരം പെണ്ണുങ്ങൾ കൈയടക്കുന്നുവോ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നാരി ഭരിച്ചടം നാരകം നട്ടടം, രണ്ടും മുടിയൊന്ന പഴമക്കാര് പറയുന്നത്. അത് വെറുതെ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീടും അമ്മയല്ലേ നോക്കുന്നത്? ആ പറഞ്ഞ മുടിവ് ഇവിടെയും കാണേണ്ടതല്ലേ? കുടുംബശ്രീ ഹോട്ടലിൽ നമ്മൾ നടത്തുന്നല്ലേ ഉള്ളൂ. നിയന്ത്രണം മുഴുവൻ നിന്റെ അച്ഛന്റെ കയ്യിലല്ലേ? അച്ഛനില്ലാത്തപ്പോ ദാ ഈ താലിയുടെ വിശ്വാസം, അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഈശ്വരനോട് പറയാതെ ഈ അമ്മ ഒന്നും ചെയ്യാറില്ല. സ്വന്തമായിട്ടൊരു തീരുമാനവും എടുക്കാറില്ല. എന്റെ മോളും അതുപോലെ തന്നെ ആവണം. മോളുടെ ജോലിയും പദവിയും ഒന്നും വിഷ്ണുവിനെ സ്നേഹിക്കുന്നതിനൊരു തടസ്സം ആവരുത്. അവനെ ഒഴിവാക്കുന്നു എന്ന് ഒരു സമയത്തും തോന്നരുത്. നമ്മൾ അവരെ ഒഴിവാക്കുന്നു എന്ന് തോന്നിയാ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ജോലിയുള്ള ഭാര്യമാര്. എന്റെ അമ്മ കുറെ കാലമായി അമ്മയോടൊപ്പം ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കിങ്ങനെ കുറെ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാമേ. മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവട്ടെ. എനിക്കറിയാം ഇന്നത്തെ സംഭവങ്ങളെല്ലാം കേട്ടുകേൾവിയായിട്ട് കളയാൻ നിനക്കാവില്ലെന്ന്. പോട്ടെ, എല്ലാം മറന്നേക്ക്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കണമെന്ന് പറയുന്നതേ ഇനിയുള്ള നല്ല സമയങ്ങളിൽ ഈ പഴയ ഓർമ്മകൾ കടന്നു വരാതിരിക്കാൻ വേണ്ടിയാ. അതിന് നമുക്ക് എവിടുന്ന് അമ്മ നല്ല ദിനങ്ങളും നല്ല സമയമൊക്കെ വരുന്നേ? ഒന്നുമില്ല. സങ്കടങ്ങളും പിണക്കങ്ങളും അതേ ചൊല്ലി ഉണ്ടാവുന്ന പരിഭവങ്ങളും അതെല്ലാം ചേർത്ത് ഈശ്വരൻ പോലും നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന അനുഭവിക്കുക. മരിക്കുവോളം കരയുന്ന കണ്ണുകളോട് ജീവിക്കുക. എന്റെ മോളെ, നിന്റെ സങ്കടം കണ്ടിട്ട് ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്കങ്ങനെ ജീവിക്കാമേ. അമ്മ പറയുന്ന വിധിയെ നമ്മൾ തള്ളി പറയുന്നുമില്ല. വിധിയെ പഴിക്കാതെ ഇത് ദൈവം നമുക്ക് അനുവദിച്ചു തന്ന സങ്കടമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കങ്ങനെ കഴിയാം.
ഏട്ടത്തി, ഗവൺമെന്റിന്റെ ലൈസൻസിന് വേണ്ടിയാ നമ്മളിപ്പോ മന്ത്രിയെ കാണാൻ വന്നിരിക്കുന്നത്. മന്ത്രിയുടെ അനുമതി ഉണ്ടെങ്കിലേ നമുക്ക് കാട്ടിൽ കയറി തടി വെട്ടിയെടുക്കാൻ പറ്റുള്ളൂ. വിശ്വാസ്യതയ്ക്ക് വേണ്ടി അവര് പലതും ചോദിക്കും. അതിനെല്ലാം കൃത്യമായ മറുപടി കൊടുത്താൽ നമ്മൾ വിജയിച്ചു. ഉപേന്ദ്ര, ഈ മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ദാസിന്റെ കാര്യമല്ലേ? മന്ത്രി ഷൺമുഖദാസ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും ഞാനിപ്പോഴും ദാസ് എന്ന് വിളിച്ച അയാൾ അവിടെ നിൽക്കും. അതിന് മാത്രം ക്യാഷ് സംഭാവനയായിട്ടും അല്ലാതായിട്ടും ഒക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാ. അതൊക്കെ ചിലപ്പോ ദാസ് മറന്നാലും ഞാൻ മറന്നിട്ടില്ലല്ലോ. സത്യമേ, അതൊക്കെ മറക്കാത്തോണ്ട് തന്നെയാ നമ്മൾ കാണണമെന്ന് പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിക്കാതെ സാർ നമുക്ക് കാണാൻ സമയം തന്നത്. ബാക്കി കാര്യങ്ങളും ഏതാണ്ടൊക്കെ ഓക്കെ ആവുമെന്നാ എന്റെ ഒരു വിശ്വാസം. ഞാനിതിൽ വെറും ഒരു പാർട്ട്ണർ മാത്രമാണെന്നേ പറയാവൂ. അല്ലെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണല്ലോ. അതെ, ഈ ബിസിനസിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് രോഹിത്തും ഏട്ടത്തിയുമാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. എന്നാലേ കാര്യങ്ങൾ നേരാവണ്ണം നടക്കൂ. എത്രയൊക്കെ വന്നാലും ഞാൻ ഔട്ട്സൈഡർ അല്ലേ. നിങ്ങളാണെങ്കിലോ അടുത്ത ആൾക്കാരും. ഉപേന്ദ്രൻ അന്ന് വന്ന് കാര്യങ്ങൾ പറയുമ്പോ ഇത്രയും വലിയൊരു ബിസിനസ് ആണ് നടക്കാൻ പോകുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതിപ്പോ സർക്കാരുമായി ചേർന്നൊരു നല്ല ബിസിനസ്. ആര് കേട്ടാലും കുറ്റം പറയാൻ പറ്റില്ല. സർക്കാരിലെ ഒപ്പം നിൽക്കുന്നത്. സാറ് വരുന്നുണ്ട്. എന്താ സത്യമേ ഇത്? ഞാൻ വരുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്നെ അങ്ങ് കൊച്ചാക്കുവാണോ? മന്ത്രിയായെങ്കിലും ഞാൻ ആ പഴയ ദാസ് തന്നെയാ. സത്യമ്മ വിളമ്പി തന്ന ഒരുപാട് ചോറും കറികളും ഒക്കെയാ അന്നത്തെ പാർട്ടിക്കാരെ അവിടെ പിടിച്ചു നിർത്തിയതും ശക്തരാക്കിയതും. അത് ഇനി നിങ്ങളൊക്കെ മറന്നാലും എനിക്കൊരിക്കലും മറക്കാനാവില്ല. അത്രയ്ക്കുണ്ട് ആ വീടിനോടും വീട്ടുകാരോടും ഞങ്ങൾക്കുള്ള ബന്ധം. സത്യാമ്മ ഇരിക്കണം. ഇരിക്കൂ. ഉപേന്ദ്രൻ വന്ന് ഇങ്ങനെ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ആ സത്യാമ്മയുടെയും മകന്റെയും കാര്യം പറയുന്നത്. അല്ല, അവനെവിടെ? വിഷ്ണു വന്നില്ലേ? അവനിങ്ങനെയുള്ള ബിസിനസ്സിലൊന്നും താല്പര്യമില്ല. പക്ഷേ ഇവനുണ്ട്. ഉപേന്ദ്രൻ വന്ന് പറയുമ്പോ ഇവന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതങ്ങനെ എന്തെങ്കിലും ഒരു വഴിയല്ല സത്യാമ്മേ. കോടികൾ മറിയുന്ന ബിസിനസ്സാ. ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു 300 ഏക്കർ വനഭൂമി പതിച്ചു തരും. ഒരു കരാർ ഉണ്ടാക്കി നിശ്ചിത തുകയും അടച്ച്, അല്ലെങ്കിൽ അതിന് തുല്യമായത് എന്തെങ്കിലും ഈടും നൽകി കഴിഞ്ഞാൽ കാലാവധി കഴിയുന്നതുവരെ ഈ 300 ഏക്കറിനും ജന്മി നിങ്ങളാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.